ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കോട്ട ടിഷ്യൂ സിൽക്ക് സാരിയിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള സാരിയുടെ കളക്ഷൻ ആണെന്ന് കാണിക്കാൻ പോകുന്നത്. പേസ്റ്റൽ ചാർട്ടിലാണ് ഈ സാരീസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ്. ഈ സാരിയുടെ ഒരു സൈഡിൽ മാത്രമേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വരുന്നുള്ളൂ. ബാക്കി ഫുൾ ബോഡിയിൽ ഇതേപോലത്തെ ചെറിയ എംബ്രോയ്ഡറി, ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ചെറിയ ബുട്ടാസാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആയിട്ടാണ്. അടുത്ത് കാണിക്കാൻ പോകുന്നൊരു പീച്ച് ഷെയ്ഡാണ്. ഇതാണ് പല്ലു വരുന്നത്. ഈ സാരിയുടെ ഒരു ഫാബ്രിക് ഫീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗാൻസയൊക്കെ പോലെ കുറച്ചൊരു സെമി ട്രാൻസ്പെറൻ്റ് ആണ്. എന്നാലും നമ്മൾ പ്ലീറ്റ്സൊക്കെ ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണിത്. നെക്സ്റ്റ് വരുന്ന ഒരു പിങ്ക് കളറാണ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ ചാർട്ടിലാണ് വരുന്നത്. ഇതാണ് പല്ലു വരുന്നത്. ഇതാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് റണ്ണിങ് ആണ്. ഈ സാരിക്ക് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാം. കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. റണ്ണിങ്ങിനേക്കാളും കോൺട്രാസ്റ്റ് ബ്ലൗസാണ് കുറച്ച് നല്ലത്. ഇതൊരു ഗ്രേ കളറാണ് വരുന്നത്. ഇതാണ് ബ്ലൗസ് റണ്ണിങ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് ബോഡി. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ലാവൻഡർ ഷെയ്ഡാണ്. ഇതാണ് പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. ആൻഡ് ഇതാണ് ബോഡി. ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നൊരു അക്വാ ഗ്രീൻ കളറാണ്. ഇതിനൊരു പിങ്ക് കളർ ബ്ലൗസ് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. ആൻഡ് ഇതാണ് ബോഡി.